ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ടെമൂന്ന് നമ്മുടെ പുതിയ ഫ്ലാറ്റിലേക്ക് വാങ്ങിച്ച കുറച്ച് ഐറ്റംസ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഷോപ്പിംഗ് ആപ്പാണ് ടെമു. 2 dirhams, 3 dirhams, 10 dirhams ഈ ഒരു റേഞ്ചിലൊക്കെയുള്ള സാധനങ്ങളാണ്. എന്നാൽ വളരെ യൂസ്ഫുള്ളുമാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ വാങ്ങിച്ച ഐറ്റംസാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പുതിയ ഫ്ലാറ്റിലേക്ക് മാറിയപ്പോഴത്തേക്ക് കുറച്ച് ഐറ്റംസ് അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വാങ്ങിച്ച ഐറ്റംസ് ആട്ടോ എല്ലാം. ഇത് ഒരു ബ്രഷ് വെക്കുന്നൊരു സ്റ്റാൻഡാണ്. അപ്പോൾ നമ്മൾ ടോയ്ലറ്റിലൊക്കെ ബ്രഷ് എപ്പോഴും ഓപ്പൺ ആയിട്ട് വെക്കുന്നത് ഒട്ടും നല്ലതായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ നമ്മളുടെ ബ്രഷ് എല്ലാം കവർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചൊരു ബ്രഷിൻ്റെ ഒരു സ്റ്റാൻഡ് ആട്ടോ ഇത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ വാങ്ങിച്ചതൊരു ബോട്ടിൽ ടൈപ്പായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഒരു സ്റ്റാൻഡ് പോലുള്ളൊരു സംഭവം കിട്ടി. ഇതാകുമ്പോഴത്തേക്കും അത്യാവശ്യം അതിൽ വെള്ളം നിൽക്കാതെ അതിനെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ബ്രഷിനെ. അപ്പോൾ ഇതാ കണ്ടോ, ഇതുപോലെ ഇരിക്കും. അകത്ത് നമുക്ക് ബ്രഷ് എല്ലാം ഇട്ട് വെക്കാം, വെള്ളം നമുക്ക് ഇതിലൂടെ കളയുകയും ചെയ്യാം. എനിക്കൊരു അടിപൊളി ഐറ്റമായിട്ടാണ് കേട്ടോ തോന്നിയത്. പിന്നെ ഞാനൊരു ചെറിയ ഒരു സെൻസർ ലൈറ്റ് വാങ്ങിച്ചു. ഇതിൻ്റെ എല്ലാം ഞാൻ എവിടെയാണ് വെച്ചിരിക്കുന്നത്, എങ്ങനെയാണ് യൂസ് ചെയ്തേക്കുന്നതൊക്കെ നമ്മുടെ ഹോം ടൂറിൽ വരുന്നതായിരിക്കും കേട്ടോ. ഇതൊരു ചെറിയ സെൻസർ ലൈറ്റാണ്. നമുക്ക് റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാം എന്നുള്ളത് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. ഇതിൻ്റെ കൂടെ മാഗ്നറ്റ് ആട്ടോ, നമുക്കിങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് നമ്മുടെ ലൈറ്റിൽ ഒരു മാഗ്നറ്റ് വയ്ക്കുക, എന്നിട്ട് നമുക്കത് സ്റ്റിക്ക് ചെയ്ത് യൂസ് ചെയ്യാം. റീചാർജബിളാണ്. അതിൻ്റെ കൂടെ ചാർജറും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു അടിപൊളി ഐറ്റമായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനി ഞാനിതൊന്ന് ഓണാക്കി കാണിക്കട്ടെ. കണ്ടോ, ഇത്രയും നല്ല രീതിയിൽ വെട്ടമുണ്ട്. അപ്പോൾ ഞാനിത് എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്താണെന്നുള്ളത് നമ്മുടെ ഹോം ടൂർ വീഡിയോയിൽ വരുന്നതായിരിക്കും. കുറച്ച് നാളൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ഐറ്റം എന്താണെന്ന് നോക്കാം. ഞാൻ കുറച്ച് ഹാൻഡ് ടവൽസ് വാങ്ങിച്ചു, നമ്മുടെ വാഷ്റൂംസിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. 6 pieces ആയിരുന്നു കേട്ടോ. ഒട്ടും റേറ്റും കാര്യങ്ങളില്ല. 4 dirhams എന്തോ ഉള്ളൂ ഈ 6 piecesന്. അങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സിൽ. പിന്നെ നമുക്ക് ഒരുപാട് പാറ്റേൺസും ഒക്കെ അവൈലബിൾ ആണ്. ഞാൻ അങ്ങനെ ഒരുപാട് പാറ്റേൺസ് ഒന്നും നോക്കി സമയം കളഞ്ഞില്ല, കണ്ടപ്പോൾ ജസ്റ്റ് ഇഷ്ടപ്പെട്ട അങ്ങ് വാങ്ങിച്ചു. ഇത് നമ്മുടെ നിഹാങ്കുട്ടിന് വാങ്ങിച്ചൊരു മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൻ്റെ വൈപ്പ് ആൻഡ് യൂസിൻ്റെ ഒരു ടേബിളായിരുന്നു. അപ്പം എഴുതാം, തെറ്റിയാൽ തുടയ്ക്കാം, വീണ്ടും എഴുതി പഠിക്കാം, അങ്ങനെ. ഇതൊരു ബ്രഷ് ആട്ടോ, നമ്മളുടെ ടോയ്ലറ്റ്സിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രഷാണ്. നല്ല എനിക്ക് ഈ ഹാൻഡിൽ കുറച്ച് നീളമുള്ളൊരു ബ്രഷ് വേണമായിരുന്നു, അതുകൊണ്ട് വാങ്ങിച്ചതാണ്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ലെങ്ത് ഉണ്ടായിരുന്നു, അപ്പം അങ്ങനെ വാങ്ങിച്ചതാണ്. ഒരു സ്പോഞ്ച് ടൈപ്പാണ്. നമുക്കത് ഇതുപോലെ ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാം. അത് റീയൂസബിൾ, നമുക്കത് മാറ്റിയിട്ട് വേറെ വാങ്ങിച്ചു അതിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്ത് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും, അത് ചീത്തയാക്കിയാൽ. പിന്നെ 2 ഡോർ സ്റ്റോപ്പേഴ്സ് വാങ്ങിച്ചു, പിള്ളേരുടെ റൂമിൻ്റെ അവിടെയൊക്കെ വെക്കാൻ വേണ്ടിയിട്ടേ. പിന്നെ ബാൽക്കണിയിലും ഒക്കെ നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്കൊക്കെ വെക്കാം. അതൊരു അത്യാവശ്യ സാധനമായിരുന്നു, അപ്പോൾ അതും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നമ്മളുടെ എക്സ്റ്റൻഷൻ ബോർഡ് ഉണ്ടല്ലോ, അത് നമ്മുടെ വോളിൽ ഫിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റിക്കർ പോലത്തെ ഒരു സംഭവമാണ്. അത് നമുക്കത് ഊരി എടുക്കുകയും ചെയ്യാം, തിരിച്ചു വെക്കുകയും ചെയ്യാം. ഇതെല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ അടുത്ത വീഡിയോയിൽ. നമ്മൾ ഈ ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഭിത്തിയിൽ ഒട്ടിക്കുന്നതിനേക്കാളും ഒത്തിരി നല്ലതായത്. ഇത് ഞാൻ കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണത് ഫിറ്റ് ചെയ്തേക്കണേന്നൊക്കെ ഉള്ളത് കേട്ടോ. ഇത് നമ്മളുടെ ബാത്റൂംസിലൊക്കെ നമ്മളുടെ വൈപ്പറൊക്കെ ഫിറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചാണ്. ഇവിടെ 3 വാഷ്റൂംസാണുള്ളത്, അപ്പോൾ അതിൻ്റെ അകത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ നമ്മളുടെ പുതിയ വീട്ടിലേക്ക് വാങ്ങിച്ച ഒരു കീ ചെയിനാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു ഈ കീ ചെയിൻ. ഒരു ഹോമിൻ്റെ പടവും ഫാമിലി ഫോർ എവർ ലവ് എന്നൊക്കെ എഴുതിയ ഒരു കീ ചെയിനാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. 1 dirhams ഉണ്ടായിരുന്നുള്ളൂ ഇതിനൊക്കെ കേട്ടോ. പിന്നെ ഞാൻ നമ്മളുടെ കിച്ചണിലേക്ക് ഒരു ടവലാട്ടോ ഇത്. പക്ഷേ എനിക്കത് കണ്ടിട്ട് യൂസ് ചെയ്യാനേ തോന്നില്ല, ഭയങ്കര സോഫ്റ്റ്. അപ്പോൾ നമ്മളുടെ സിങ്കിൻ്റെ അടുത്തൊക്കെ നമുക്കിതിങ്ങനെ ഹാങ് ചെയ്തിട്ടാൽ യൂസ് ചെയ്യാം. മറ്റൊന്ന് പാത്രമൊക്കെ കഴുകിയിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാമല്ലോ. ഇത് ഞാനൊരു കിച്ചൺ സ്റ്റാൻഡ് വാങ്ങിച്ചതാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് പൊട്ടിയതാണ് വന്നത്, ഒരു ഡാമേജ്ഡ് ഐറ്റം ആയിരുന്നു. അപ്പം ഞാനത് തിരിച്ചയക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് നമ്മളുടെ ഒരു ചെറിയൊരു എന്താ പറയുക ഹാങ്ങിങ് ബാഗ് പോലെയാണ്. നമ്മളുടെ പ്ലാസ്റ്റിക് കവറുകളൊക്കെ ഇട്ട് വെക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിനും ഒരു വെൽക്രോ ഉണ്ട് ബാക്കിൽ, അതിലൊരു സ്റ്റിക്കും ഉണ്ട്. അതിങ്ങനെ സ്റ്റിക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ അകത്ത് ഉണ്ടോ, അതായത് ഇതുപോലെ നമുക്ക് പൊളിച്ചിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്യാം. ഞാനിത് നമ്മളുടെ കവേഴ്സൊക്കെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടാനുള്ള കവറൊക്കെ വെക്കാമെന്ന് വിചാരിച്ചാൽ വാങ്ങിച്ചത്. പൊട്ടറ്റോയും പിന്നെ ഓണിയൻസൊക്കെ ഇതിൻ്റെ അകത്ത് കീപ്പ് ചെയ്യുന്നവർ കാണിക്കുന്നുണ്ടായിരുന്നു. ഇത് നമ്മുടെ സിങ്കിൻ്റെ തൊട്ടടുത്ത് ഡിഷ് വാഷിംഗ് ലിക്വിഡും പിന്നെ ഹാൻഡ് വാഷും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തൊരു ട്രേ ആട്ടോ. അടുത്തതായിട്ട് ഞാൻ കിച്ചണിൽ വെക്കാനുള്ള ഒരു സ്റ്റാൻഡ് വാങ്ങിച്ചു. അതിന് ഫിറ്റ് ചെയ്യണം. നിഹാൻകുട്ടനെ എനിക്ക് ഫിറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞത് ആ തൊട്ടടുത്ത് ഇവിടെ തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ അത് ഞാൻ ഫിറ്റ് ചെയ്തതിന് ശേഷം കിച്ചണിൽ കാണിച്ചു തരാം. ഇത് ഒരു ചെറിയ ഒരു ട്രേ പോലത്തെ ഒരു സംഭവമാണ് നമ്മുടെ പാത്രമൊക്കെ കഴുകി വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി. 12 dirhams എന്തോ ആയിരുന്നു.
ഇതിൻ്റെ അടിയിലേ നമുക്ക് വെള്ളം പോകാനുള്ള ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പാത്രം അതിൻ്റെ അകത്ത് വയ്ക്കുക, സിങ്കിൻ്റെ നേരെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളമെല്ലാം പോകും. അപ്പോൾ ആ രീതിയിൽ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ അതും എനിക്ക് ഒരുപാട് യൂസ്ഫുള്ളായിട്ട് തോന്നി. ഒത്തിരി പാത്രങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ട്രേക്കകത്ത് ഇരിക്കത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ വലിയ ട്രേ ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് ഇല്ലാത്തത് ഇതിൻ്റെ അകത്തോട്ട് വെക്കാമെന്ന് വിചാരിച്ച് മേടിച്ചതാണ്. എന്തായാലും ഞാനിതെല്ലാം ഹോം ടൂറിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. ഇതെന്താണെന്നറിയോ, നമ്മളുടെ കമ്മലിൻ്റെ ഡിഫറെൻറ്റ് ആണികളാണ് ബാക്കിലിടുന്ന ആ ഒരു പ്രസ്സിങ് സംഭവമില്ലേ, എപ്പോൾ നോക്കിയാലും കാണാതെ വരും, അതുകൊണ്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാൻ വാങ്ങിച്ച കുട്ടി ഐറ്റംസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.